കറികളൊക്കെ പഴകുന്നതോറും ടേസ്റ്റ് കൂടുതലേ, നമ്മുടെ സാമ്പാറൊക്കെ മാതിരി. അതിൽപ്പെട്ട ഒരു മീനാണ് ഈ സൂത എന്ന് പറയുന്നത്. ഞങ്ങൾ തലേ ദിവസം സാധാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ചിട്ടുള്ള സൂത പിറ്റേ ദിവസം കറിയാക്കി മാറ്റാട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വലിയുള്ളി ഇട്ടു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയാണ് മെയിൻ, കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു മീൻ ഇട്ട് കൊടുക്കും. മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി, കാരണം മീൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ പൊരിച്ചപ്പത്തിരിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. പൊരിച്ചപ്പത്തിരിയും ആ കറിയും കൂടി കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി.